വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 18-ാം വാക്യം. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അർത്ഥപൂർണമായ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. കഴിഞ്ഞ 40 ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം, അഥവാ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചോളം, ധ്യാനത്തിൻ്റെ, പഠനത്തിൻ്റെ, ജീവിതത്തെ കൂടുതലായി ശോധന ചെയ്യുന്ന, ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മെ ക്രമീകരിക്കുന്ന ദിവസങ്ങളായിരുന്നുവല്ലോ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഈ ഒരു നോമ്പുകാലത്തിൽ ആയിരുന്ന കാലഘട്ടം പല രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ പ്രതികൂലതകളുടേതായിരുന്നു, യുദ്ധ ഭീഷണികളുടേതായിരുന്നു. പലയിടങ്ങളിലും യുദ്ധത്തിൻ്റെ കെടുതികൾ, അനേക ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. യുദ്ധത്തിലൂടെ നിരപരാധികളായ അനേകർ കൊല്ലപ്പെട്ടു. അശാന്തി നിറഞ്ഞ ഒരു ലോകം. അവിടെ ശാശ്വതമായ സമാധാനമുണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യവുമാണല്ലോ. യുദ്ധം ഇങ്ങനെ മുന്നേറുന്ന ഒരു സമയത്താണ് നാം ഈസ്റ്റർ ആഘോഷങ്ങൾക്കായി ഒരുങ്ങുന്നത്. ഈസ്റ്റർ എന്നത് ഒരാഘോഷമല്ല, പിന്നെയോ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കുന്ന അനുഭവം. യേശു കർത്താവിൻ്റെ ജീവിതം പ്രശ്ന സങ്കീർണമായിരുന്നു. എല്ലാ പ്രതികൂലതകളെയും സധൈര്യം നേരിട്ട ഒരു ദൈവം, നീതിയെന്ന് തോന്നുന്നതിന് വേണ്ടി എന്നും നിലനിന്നതായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരാത്മീയ നേതാവ്, ഒരു ദൈവിക മനുഷ്യൻ. ഏത് അർത്ഥതലത്തിൽ വേണമെങ്കിലും ആളുകൾക്ക് യേശു കർത്താവിൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്നതിന് സാധിക്കും. നമ്മളെ സംബന്ധിച്ചോളമോ ഒരു ദൈവിക പുത്രൻ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച് അധാർമികതയ്ക്കെതിരെ നിലനിൽക്കുകയും താൻ വിശ്വസിക്കുന്നത് നീതിയെന്ന് തോന്നുന്നതിന് വേണ്ടി തനിക്ക് നേരിടാവുന്ന പ്രതികൂലതകളെ തൃണവൽഗണിച്ചുകൊണ്ട് നിലനിന്നതായ കർത്താവ് നമുക്ക് നല്ലൊരു മാതൃകയല്ലേ കാട്ടിത്തരുന്നത്. ഈ ഈസ്റ്റർ നമുക്ക് നൽകുന്നതും അത് തന്നെയാണ്. സ്വന്തം ജീവൻ വെടിയുവാൻ പോലും തയ്യാറായി നീതിക്ക് വേണ്ടി, ധാർമ്മികതയ്ക്ക് വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന യേശു കർത്താവ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങൾ ഒന്നതാണ് നീതിക്ക് വേണ്ടി ജീവിപ്പാൻ, നീതിക്ക് വേണ്ടി നിലനിൽക്കുവാൻ. ഇതാണ് ഈസ്റ്റർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്ന്. ഈസ്റ്റർ നൽകുന്ന വേറൊരു സന്ദേശം ശാശ്വതമായ സമാധാനത്തെ പറ്റിയാണ്. ലോകം പലതുകൊണ്ടും അശാന്തിയുള്ളതാണ്. ഈ അടുത്ത സമയത്തായി നാം കണ്ടതായ അനേക യുദ്ധങ്ങൾ, ഉക്രൈൻ യുദ്ധം, ഇസ്രായേൽ പലസ്തീൻ യുദ്ധം, ഇറാൻ യുദ്ധം, ഇങ്ങനെ യുദ്ധപൂരിതമായ ഒരു ലോക പശ്ചാത്തലത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈസ്റ്റർ ശാശ്വതമായ സമാധാനത്തെ പറ്റി. യേശു കർത്താവ് ജീവിച്ച കാലഘട്ടം ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന യുദ്ധങ്ങളൊന്നുമില്ലായിരുന്നിരിക്കാം. പക്ഷേ സംഘർഷങ്ങൾ, സംഘർഷങ്ങൾ, ആശയപരമായ പൊരുത്തക്കേടുകൾ, ഇതെല്ലാം ധാരാളം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. അത് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരുന്നതായൊരു കാലഘട്ടം. ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ എല്ലാത്തിനും പരിഹാരമായി എന്ന് ലോകം കണ്ടുവെങ്കിൽ ഉദ്ധാരണത്തിലൂടെ യേശു കർത്താവ് ശാശ്വതമായ സമാധാനമാണ് ലോകത്തിന് കൽപ്പിച്ചു നൽകിയത്.
ഈ ശാശ്വത സമാധാനത്തിൻ്റെ വാഹകരാകുന്നതിനാണ് നമ്മെ യേശു കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്. ഈസ്റ്റർ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഈ ശാശ്വത സമാധാനത്തിൻ്റെ ചാലകങ്ങളാകുക എന്നുള്ള ഉത്തരവാദിത്വം അത് വ്യക്തി ജീവിതങ്ങളിലൂടെ, സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഓർപ്പിക്കട്ടെ. ഈ ശാശ്വതമായ സമാധാനത്തിൻ്റെ ചാലകമാകുക അഥവാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്ന് നാം കുറിവാക്യമായി വായിച്ച മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതമാണ് പ്രസക്തം. ഉത്ഥാനം ചെയ്ത കർത്താവിനെ കണ്ടുമുട്ടിയ മഗ്ദലക്കാരത്തി മറിയയോട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ആഹ്വാനം ചെയ്യുക. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, തൻ്റെ സ്വന്തം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ജീവനുള്ള ദൈവത്തെ, ശാശ്വത സമാധാനം നൽകുന്ന ദൈവത്തെ, താൻ വിശ്വസിച്ചതിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവത്തെ, ധാർമ്മികതയുടെ, ശാന്തിയുടെ ചാലകമായ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നമ്മുടെയും ഉത്തരവാദിത്വം അതല്ലേ? ക്രിസ്തു നൽകുന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തിൻ്റെ ദൂതുവാഹകരായി നമ്മുടെ ഇടയിൽ, നമ്മുടെ ഇടവകയിൽ, നാം ജീവിക്കുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ ഈ ഈസ്റ്റർ നമ്മളെ ആഹ്വാനം ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ഏറെ അർത്ഥവത്തായ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നതിൻ്റെ സന്ദേശം ഏറ്റെടുത്ത് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ ചാലകമായി, സാക്ഷികളായി നിൽക്കുവാൻ നമ്മെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ. ഒരിക്കൽ കൂടെ അർത്ഥവത്തായ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.